ധാരാളം ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള എന്തോ ചപ്പാത്തിയാണോ? പ്രാർത്ഥന, നമസ്കാരം, ജപം, ധ്യാനം, ക്ഷേത്രാടനം, എന്തോ തീർത്ഥാടനം, കറി എന്തുവാ കറി? ദാനങ്ങള് ഒക്കെയായിട്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങള്, നിഷ്കാമമായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നതായിട്ടുള്ള ബ്രാഹ്മണര്, ജ്ഞാനികളായിട്ടുള്ളവര്, എല്ലാ ലൗകിക പിന്നെ വേറെന്തോ? ജീവിതങ്ങളെയും ഞാൻ മാറ്റിവെച്ച് ടിക്കറ്റ് നോക്കി എന്തെങ്കിലും ഇന്ന് നോക്കട്ടെ. പല ദിക്കുകളിലായിക്കൊണ്ട് തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാര്, ഡോക്ടർക്ക് അവരുടെയൊക്കെ അപാര കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് രണ്ട് നമുക്ക് ഈ ടിക്കറ്റ്. കലികാലത്ത് ഇതുപോലെ ഒന്ന് ഒന്നിക്കുവാനും ഈശ്വര വിചാരം ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നെങ്കിൽ അവരുടെയൊക്കെ ആ മഹാത്മാക്കളുടെ ഒക്കെ തൃപ്പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം. ഓരോ വിധത്തിലുള്ള ഉപാസനകള്, സാധനകള്, സത്സംഗങ്ങള്, ഈ സത്സംഗങ്ങളുടെ ഒക്കെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ശരിക്ക് എല്ലാം വിട്ട് ഒന്ന് ആനന്ദം അനുഭവിക്കുക, ദുഃഖങ്ങളൊക്കെ ഒന്ന് മറക്കാൻ സാധിക്കുക. പക്ഷെ എന്തോ നമുക്ക് ഈ സത്സംഗങ്ങളിൽ ചെന്നാലും കരയാനാണ് നമുക്ക് ഇഷ്ടം. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്നിട്ട് കരയുക, അങ്ങനെ ആരെങ്കിലും പതിവുണ്ടോ? എന്നാൽ നമ്മളൊക്കെ അങ്ങനെയാ അല്ലെ? ഗുരുവായൂരപ്പന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാല് ആ പൊന്നിൻ കിരീടവും ആ അല്ലെ പട്ടുകോണകവും ഉടുത്ത് ആ പിന്നെ എന്താണ് കയ്യില് ഓടക്കുഴലും പിടിച്ച് നിന്ന് നമ്മളെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പന് മുമ്പിൽ അയ്യോ നമ്മള് കരയുക. അതിലെന്താ അർത്ഥം ഇരിക്കുന്നത്? അങ്ങനെ ആവരുത്. അപ്പോ എല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പൻ. എന്തിനാ നമ്മളവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കിക്കോട്ടെ, എൻ്റെ ആ കയ്യിലിരിക്കുന്ന താമരയിലേക്ക് നോക്കിക്കോട്ടെ, എൻ്റെ ആ ശിരസിലിരിക്കുന്ന ആ മയിൽപ്പീലിയിലേക്ക് നോക്കിക്കോട്ടെ, അവരുടെ എല്ലാ ദുഃഖങ്ങളും മാറിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ. അപ്പൊ നമ്മൾ എന്തായി? നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചുരുളഴിക്കുകയായി നമ്മളുടെ ദുരിതവും ദുഃഖവും ഇതെല്ലാം കൂടെ. കഴിഞ്ഞ ദിവസം ചിദാനന്ദപുരി സ്വാമി ഒരു ഇതിൽ പറഞ്ഞതാണ്. സ്വാമിയോട് ഒരാൾ ചോദിച്ചു, സ്വാമി എല്ലാവരും ഇങ്ങനെ ഈ പൈസ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് കൊണ്ട് ഭണ്ഡാരത്തി ഇടുന്നുണ്ട്, അതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചു ചിദാനന്ദപുരി സ്വാമിയോട്. അപ്പൊ സ്വാമി പറഞ്ഞു, എനിക്കത് അറിയില്ല കേട്ടോ, ഞാൻ ഇന്നേ തീയതി വരെ അത് കണ്ടിട്ടുമില്ല, ഇനിയിപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയില്ല, അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുക? സ്വാമിയുടെ സ്ഥിരമായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് സ്വാമി പറഞ്ഞു, എന്തായാലും ചുറ്റി ഇടുന്നതൊക്കെ കൊള്ളാം, നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഭക്തിയും അല്ലെ സദ്ഭാവനകളും ഒക്കെ ഗുരുവായൂരപ്പൻ എന്നാ സമർപ്പിക്കുക അല്ലെ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ മുഴുവൻ അങ്ങനെയുള്ളതേ സമർപ്പിക്കാവുള്ളൂ എന്നാണല്ലോ നമ്മളെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. നല്ല സാധനങ്ങൾ അല്ലെ, നല്ലെണ്ണയാണെങ്കിൽ ഇതേ നല്ലെണ്ണ അല്ലെ, എല്ലാ നല്ല സാധനങ്ങളാണ് ഗുരുവായൂരപ്പന് സമർപ്പിക്കേണ്ടത്. അപ്പം സ്വാമിയോട് ചോദിച്ചു, അല്ല സ്വാമി അങ്ങനെയല്ലല്ലോ പറയുന്നത്, എല്ലാവരും അവരവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കറക്കി 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 അത് മുഴുവൻ ഗുരുവായൂരപ്പന്. അയ്യയ്യോ, അങ്ങനെ ഒരിക്കലും വെക്കരുതേ എന്നാ സ്വാമി പറഞ്ഞത്. നമ്മുടെ ദുഃഖങ്ങൾ മുഴുവൻ ഗുരുവായൂരപ്പൻ ഇരിക്കട്ടെ എന്നോ? എങ്ങനെയാ അങ്ങനെ ചെയ്യാവോ നമ്മള്? അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പം സങ്കല്പിച്ചോളൂ, നമ്മള് ഒഴിഞ്ഞോളൂ, വിരോധമൊന്നുമില്ല. ഒഴിയുമ്പോ എന്തായിരിക്കണം? എൻ്റെ ഐശ്വര്യങ്ങളും എനിക്ക് കിട്ടുന്നതായിട്ടുള്ള എല്ലാ ശ്രേയസ്സും, എനിക്ക് കിട്ടുന്നതായിട്ടുള്ള എല്ലാ അല്ലെ അവാർഡുകളും, ഇതൊക്കെ ഞാൻ ഇതൊക്കെ ഗുരുവായൂരപ്പനായിട്ട് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് നല്ല സാധനങ്ങളെ ഗുരുവായൂരപ്പന് സമർപ്പിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് സ്വാമി അത് ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. അപ്പം ഇതിന്റെയൊക്കെ ഒരു തത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളുടെ ദുഃഖങ്ങള് ഒന്നും അത് ഭഗവാനോട് പറയാനുള്ളതല്ല. മള്ളിയൂർ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള ഒരു നല്ല അവസരങ്ങൾ കിട്ടുന്ന സമയത്തൊക്കെ അദ്ദേഹം പറയും, ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യമാണ് ഈ ശയനപ്രദക്ഷിണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കണ്ണൻ എത്ര കണ്ട് വേദനിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. കണ്ണനെ വേദനിപ്പിക്കരുത്. ശരിക്കും നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് എന്താണ് ഭഗവാനെ ഇതായിട്ട് കഴിഞ്ഞാൽ അത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളും നിർമ്മലന നിർമ്മല ഹൃദയനായിട്ടുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ അല്ലെ, ഉണ്ണികൃഷ്ണൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ. അപ്പൊ ഒരിക്കലും നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ വലിയ 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 ഇതുപോലെയുള്ള ദുർഘടമായിട്ടുള്ള
വഴിപാടുകളൊന്നും നമ്മൾ നേരുകയും ചെയ്യരുത്, അല്ലേ? അങ്ങനെ ഒരിക്കലും തപിപ്പിക്കരുത്. അത് ഭഗവാന് താപമാണ് ശരിക്കും. അങ്ങനെ തപിപ്പിക്കരുത്. കാരണം എന്താണ്? നിസ്സാര ലൗകിക സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലേ? ഒരു 10ാം ക്ലാസ്സിലൊരു ഫുൾ A+ എൻ്റെ മകന് കിട്ടണേ, ശയനപ്രദർശനം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊന്നും ഒരിക്കലും, കാരണം നമുക്ക് വേണ്ടത് എന്താണോ അത് ഭഗവാൻ, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ അതെല്ലാം ചെയ്തു തരുന്നുണ്ട്. ഈ ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ പുറകെ ഒന്നും നമ്മൾ പോവുകയില്ല. അപ്പൊ അത് എപ്പോഴും നമ്മൾ നിരീക്കേണ്ട ഒരു കാര്യമാണ്. ഭഗവാന്റെ മുമ്പിൽ ചെന്നാൽ എന്താ വേണ്ടത്? കൈകൂപ്പി ഭംഗിയായിട്ട് ഭഗവാനെ ചിരിച്ചു കാണിക്കുക, അല്ലെ? ഭഗവാൻ നമുക്ക് ഇങ്ങോട്ട് ചിരിച്ചു കാണിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട്, അല്ലെ, എന്താണ്, തുറിപ്പിച്ച മുഖവും അങ്ങനെ ആവരുത്. ഭഗവാൻ എന്താ ഇഷ്ടപ്പെടുന്നത്? രാവിലെ 3 മണിയാകുമ്പത്തേ തയ്യാറായിട്ടിരിക്കും. എന്ത്? ആ മഞ്ജുളാലിന്റെ അവിടെ ക്യൂ ഉണ്ടോന്ന് വരും, അവിടെ വരെ ക്യൂ ഉണ്ടോന്ന് നോക്കും ഭക്തന്മാരെ കാണാൻ വേണ്ടി. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളെ തുറപ്പിച്ചു നോക്കിക്കൊണ്ടും കരഞ്ഞുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ എങ്ങനെയാ, എത്ര വിഷമാവും എന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? മഹാത്മാക്കളുടെ അടുത്തൊന്നും ചെല്ലുമ്പോഴൊന്നും ഒരിക്കലും അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ സന്തോഷത്തോടു കൂടി കാരണം ഇതിനെ പറയാനൊരു കാരണമുണ്ട്. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് എന്താണ്? മഹാത്മാക്കളെ കാണുമ്പം ആ കാൽക്കൽ വീണങ്ങോട്ട് പൊട്ടിക്കരഞ്ഞ് എൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറയുക എന്നുള്ളതാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ അടുത്ത് ഒരാൾ വന്ന് പൊട്ടിക്കരയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുക? നമുക്ക് വേദനയല്ലേ തോന്നുന്നേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരാളെ വേദനിക്കുകയല്ലേ? നമ്മൾ ധരിക്കുന്നത് ഒരാളുടെ സഹതാപം വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ എങ്കിലും ഒരു സുഖം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഈ ദുഃഖത്തിൽ ആനന്ദിക്കുന്നു. അങ്ങനെ ഒരു ദുഃഖം ഇല്ലെങ്കിൽ ഒരു സുഖമില്ല, അങ്ങനെയാ. അതിലൊരു സുഖം കണ്ടെടുത്തിരിക്കുന്ന അമ്മമാരൊക്കെ. എന്തെങ്കിലും ഒരു ദുഃഖം വേണം, എന്നാലേ ഒരു രസമുള്ളൂ, അല്ലേ? എന്നിട്ട് ഇതിങ്ങനെ തൻ്റെ കൂട്ടുകാരോടും തൻ്റെ ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞ് അവരിങ്ങനെ കുഴപ്പമില്ലാന്ന്, നേരെ ആവൂന്ന്, ഇതിങ്ങനെ കേൾക്കാൻ വേണ്ട, നേരെ ആകും, അതിന് പ്രശ്നമൊന്നുമില്ല, ഗുരുവായൂരപ്പ നോക്കിക്കോളൂല്ലോ എന്നിങ്ങനെ പറയുന്നത് കേൾക്കണം. പക്ഷേ അത് വെറും മൂഢബുദ്ധിയാണ്. മൂഢബുദ്ധി എന്നല്ല, ചെയ്യരുത്. കാരണം എന്തുകൊണ്ടാണ്? നമ്മളോ വേദനിച്ചു, അല്ലേ? ഇനി നമ്മളുടെ ദുഃഖം കൂടെ മറ്റുള്ളവരോട് പറഞ്ഞ് വേദനിപ്പിക്കണോ? ചിന്തിച്ചാൽ മതി. അവരെങ്കിലും നന്നായിട്ട് സന്തോഷിച്ച് ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കരുതോ നമുക്ക്? അപ്പൊ നമ്മള് അപ്പോഴും എന്താണ് അവിടെ? അപ്പോഴും നമ്മളുടെ സ്വാർത്ഥതയാണ്. ഈ സ്വാർത്ഥത ഉണ്ടാവരുത്. വേദനകള്, സങ്കടങ്ങള് ഇതില്ലാത്തത് ആരാ ഉള്ളേ? ശരീരം സ്വീകരിച്ചവർക്കൊക്കെ എല്ലാം ഉണ്ട്, വേദനയുണ്ട്, എല്ലാ ലൗകികമായിട്ടുള്ള അനുഭൂതികളും ഉണ്ട് അവിടെ. ചിലര് പറയും തിരുമേനിക്കൊക്കെ എപ്പോഴും ഗണപതി ഹോമവും ഭഗവത് സേവയും അല്ലെങ്കിൽ എന്താണ് ഈ സപ്താഹവുമായിട്ട് ഇങ്ങനെ സദാസമയം, ഈ സദാസമയവും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ പൂർണ്ണമായിട്ട് ഈ ഭാവത്തിലാണെന്ന വിചാരം. ഒരു നിമിഷം നമുക്ക് ആ ഭാവം കിട്ടിയിരുന്നെങ്കിൽ നമ്മൾക്ക് എത്രയോ ഭാഗ്യവാനായാലും. അതത്ര എളുപ്പമാണോ അവിടെ? അതിലും ഭേദം ചിലപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് കരഞ്ഞു തൊഴുന്ന, അല്ല കരഞ്ഞല്ല, ചിരിച്ചുകൊണ്ട് തൊഴുന്നതായിരിക്കും സുഖം എന്ന് തോന്നും ചിലപ്പോ. അപ്പൊ അതൊക്കെ നമ്മളുടെ കർമ്മത്തിന്റെ ഭാഗമായിട്ടേ വരുന്നുള്ളൂ. അതെല്ലാം എളുപ്പമല്ല ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ എന്നുള്ളത്. അത് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക. ഒരിക്കലെങ്കിലും, ഒരു നേരമെങ്കിലും, ഹേ ഗുരുവായൂരപ്പ, ഈ ഒരു നിസ്സംഗ ഭാവത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അത്രേ നമുക്ക് നിവൃത്തിയുള്ളൂ. നമുക്ക് ഗുരുവായൂരപ്പനോട് തുറന്ന് പറയാം, അല്ലെ? നമ്മളുടെ ഉള്ളിൽ തന്നെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനോട് തന്നെ പറയാം, എല്ലാവരെയും രക്ഷിക്കണേ എന്ന് പറയാം. ആർക്കൊക്കെയാണോ, അല്ലെ, ദുഃഖം അനുഭവിക്കുന്നവരെ, എത്രയോ ആൾക്കാർ നമ്മളുടെ മനുഷ്യരായിട്ടും അതായത് മൃഗങ്ങളിലായിട്ടും ഒക്കെ ഇന്ന് പ്രപഞ്ചം മുഴുവൻ ഇന്ന് ദുഃഖത്തില് ആണ്. ആ ദുഃഖമൊക്കെ മാറ്റുവാൻ വേണ്ടി ഗുരുവായൂരപ്പനോട് നമുക്ക് നിസ്വാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണു കാണാൻ വയ്യാത്തവര്, കാത് കേൾക്കാൻ വയ്യാത്തവര്, സംസാരിക്കാൻ പറ്റാത്തവര്, അല്ലേ, ഒരേ കടപ്പ് കിടക്കുന്ന, അല്ലെ, രോഗികളില്ലേ? ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് ചിന്തിക്കുമ്പം നമുക്കൊന്നും അഹങ്കരിക്കാനില്ലാന്ന്. എന്തഹങ്കരിക്കാനാ? പൊട്ടിപ്പൊളിഞ്ഞ് പുറമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നവരെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക. അവർക്ക് ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ, പരസഹായമില്ലാതെ തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെ നമ്മൾ രാവിലെ എന്നും ചിന്തിക്കണം. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമ്മളുടെ അഹങ്കാരത്തിന് ശമനം ഉണ്ടാവുകയുള്ളൂ. അതെല്ലാം ഗുരുവായൂരപ്പനോട് ഒന്ന് പറയാനുള്ളൂ. നമുക്ക് അവരൊക്കെ ഒരു കൈത്താങ്ങായിക്കൊണ്ട്
അവരെ നമ്മളുടെ കൂടെ കൊണ്ട് നിർത്താൻ നമുക്ക് സാധിക്കണം. എത്ര എത്ര ആൾക്കാർക്ക് ഇന്ന് അല്ലെ അമ്പലത്തിൽ പോയി തൊഴണമെന്ന് മോഹം ഉണ്ടെങ്കിൽ പോലും പറ്റാത്ത അവസ്ഥ, ബന്ധുക്കള് നഷ്ടപ്പെടുന്ന അവസ്ഥ, എല്ലാം വിട്ട് ഇല്ലേ. ഇന്നിപ്പോ നോക്കൂ, ആ വിമാന അപകടത്തിൽ എത്ര പേരാണ്, നാഥത്വം നഷ്ടപ്പെട്ടവർ എത്ര പേരാണ്. അങ്ങനെ നോക്കുമ്പം നമുക്ക് നമുക്ക് സുഖിക്കാൻ തോന്നുമോ എന്ന് ആലോചിച്ച് നോക്കി. ഈ ലോകത്തിന്റെ ദുഃഖം കാണുമ്പം ഒരിക്കലുമില്ല. അവരെയൊക്കെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ അവർക്കൊരു കൈത്താങ്ങായിട്ട് ആകണേ എന്നുള്ള ഒരു പ്രാർത്ഥന. നമ്മളൊന്നും സാമ്പത്തികമായിട്ടൊന്നും ചെയ്യണ്ടെന്ന്, മഹാത്മാക്കളൊക്കെ ചെയ്തതുപോലെ ഇതുപോലെ ഒന്ന് നിസ്വാർത്ഥമായിട്ടൊന്ന് നമസ്കരിക്കാൻ സാധിച്ചാൽ മതി. ലോകത്തിന് വേണ്ടിയിട്ടൊന്ന് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും നമ്മളുടെ ഉറച്ചതായിട്ടുള്ള നമ്മളുടെ സനാതന ധർമ്മത്തിന്റെ പ്രാർത്ഥന. അതാണ് സർവേ ഭവന്തു സുഖിന എന്നുള്ളത്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ജ്വരസ്തുതി ചൊല്ലി ഒരേ ഭാവത്തില് ഒരേ സ്വരത്തില് ആ ജ്വരസ്തുതി ചൊല്ലി നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാചാം നമാമി ത്വാനന്ദ ശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തി സ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാ വികാര തത്സംഘാതോ ബീജരോഹ പ്രവാഹസ്ത്വന്മായേഷാം തന്നിഷേധം പ്രപദ്യേ നാനാഭാവേ ലീലൈവോപവന്നേർദേവാൻ സാധൂൻ ലോകസേതൂൻ ബിഭർഷി ഹംസ്യോന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തെ ഭാരഹാരായ ഭൂമേഃ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.